ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറ, ഞാനത് കേട്ടൊന്ന് ആസ്വദിക്കട്ടെ. എന്താ ഒന്നും സ്റ്റോക്കില്ലേ? താൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷനാവുന്നേ? അന്ന് ആദ്യം കാറി കയറിയ നേരം മുതല് താൻ ദേ ഇപ്പൊ വരെ ഒരേ മുഖം, ടെൻഷൻ നിറഞ്ഞ മുഖം. എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ജീവിതാണല്ലേ. അതിന് മാത്രം എന്താ പ്രശ്നം? താൻ എന്റെ വായി നോക്കിയിരിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കാവോ? ഇപ്പൊ ശരി. അല്ലെങ്കിൽ ടെൻഷന്റെ കാര്യം എന്താണെന്നറിയാതെ ഞാൻ ടെൻഷനായേനെ. 1,66,370 ടെൻഷനുണ്ട് എനിക്ക്. താൻ അത് മാറ്റി തരുവോ? ഇല്ലല്ലോ. അപ്പോ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേ. ഈ പ്രശ്നങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി നടക്കുന്ന ആളെ ഞാനാദ്യമായിട്ട് കാണുന്നത്. എനിക്കെന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ തന്റെ ആ 1,66,370 പ്രശ്നങ്ങൾ കൂടി ഞാൻ വേണേ ഏറ്റെടുക്കാം. അങ്ങനെ താൻ ഏറ്റെടുക്കുവാണെങ്കിൽ പകുതി ഏറ്റെടുത്താ മതി. അതെന്താ അങ്ങനെ? എന്റെ അത്രയും പ്രശ്നങ്ങളില് പകുതി പ്രശ്നം താനാ. താനായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാ ഏറ്റെടുക്കാൻ നടക്കുന്നു. അല്ല, ദാസേനായിട്ട് എന്തോ മാലയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. അല്ല, ഏത് മാലയുടെ കാര്യം പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ നാട്ടിലെ ഏതോ ഒരു അമ്പലത്തില് മാല കിട്ടുന്ന നേർച്ചയുണ്ടെന്ന്. അത് നടത്തിയ പ്രശ്നങ്ങൾ മാറുന്നു പറഞ്ഞതാ. എന്താ താൻ മാല ഇട്ടാ ഉദ്ദേശിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കട്ടെ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേർച്ച നടത്താൻ നമുക്കൊരു ബാങ്ക് ലോൺ കിട്ടുമെന്ന് നോക്കാം. ഇത്രയും മാല വാങ്ങേണ്ടതല്ലേ? താൻ വെറുതെ ഇരുന്ന് ചൊറിയുവാണല്ലോ. അതെ, ഒരു ഡ്രൈവർ എന്നതിലുപരി താൻ കൂടുതൽ എന്നോട് മിണ്ടണ്ട. പറഞ്ഞത് മനസ്സിലായോ? ഒരു ഡ്രൈവർ ഇടപെടുന്നത് എങ്ങനെയാണോ അങ്ങനെ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ താൻ വണ്ടി നിറങ്ങ. എന്തിന്? തന്നെ വണ്ടി കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതെ, ഞാൻ വീട്ടിലെ ഡ്രൈവറാ, തന്റെ ഡ്രൈവറല്ല. താൻ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇവിടെ ഇറങ്ങി ഞാൻ എങ്ങോട്ട് പോവും? എങ്ങോട്ടെങ്കിലും പോവും. ഇപ്പൊ ഇവിടെ ഇറങ്ങ. അത് ഞാൻ വെറുതെ പറഞ്ഞാടോ. ആണോ? എങ്കിലും ഇറങ്ങ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? എടോ, താൻ എന്നെ ചതിക്കരുത്. എന്റെ ഓട്ട് പിടിച്ചു വരാനുള്ള പൈസ പോലും ഇല്ല. നടന്നു വന്നാ മതി.